DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അടിയന്തര ആവശ്യങ്ങൾക്കായി പണം വാങ്ങുന്നത് സാധാരണയാണ്. എന്നാൽ ഇനി മുതൽ പണമായി വാങ്ങുന്ന ഇത്തരം കടങ്ങൾ നിശ്ചിത പരിധി ലംഘിച്ചാൽ കനത്ത സാമ്പത്തിക പിഴ ഒടുക്കേണ്ടി വരും. ആദായനികുതി നിയമപ്രകാരം 20,000 രൂപയോ അതിൽ കൂടുതലോ തുക പണമായി കടം വാങ്ങാനോ തിരിച്ചടയ്ക്കാനോ പാടില്ല. വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ പുറത്ത് നടത്തുന്ന ഇടപാടുകളാണെങ്കിൽ പോലും ഈ നിയമം കർശനമായി ബാധകമായിരിക്കും. ആദായനികുതി നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച് 20,000 രൂപയ്ക്ക് മുകളിൽ പണമായി കടം വാങ്ങിയാൽ വാങ്ങിയ തുകയ്ക്ക് തുല്യമായ തുക തന്നെ പിഴയായി നൽകേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാൾ ബാങ്ക് അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ട് പണമായി 1,00,000 രൂപ കടം വാങ്ങിയാൽ നിയമലംഘനത്തിന് പിഴയായി 1,00,000 രൂപ തന്നെ ആദായനികുതി വകുപ്പിന് ഒടുക്കേണ്ടി വരും. ഇത്തരം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ 20,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ബാങ്ക് ട്രാൻസ്ഫർ, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർഗങ്ങളായ RTGS, NEFT, IMPS, ഭീം, UPI, നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി മാത്രം നടത്തുക. വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ കരാറുകളോ ഇൻവോയ്സുകളോ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളോ സൂക്ഷിക്കുന്നത് ഇൻകം ടാക്സ് നോട്ടീസുകൾ വന്നാൽ മറുപടി നൽകാൻ സഹായിക്കും. ബാങ്ക് സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത വിദൂര പ്രദേശങ്ങളിലോ ബാങ്ക് അവധിയുള്ള ദിവസങ്ങളിലോ നടത്തുന്ന ചില പ്രത്യേക ഇടപാടുകൾക്ക് നിയമത്തിൽ ചെറിയ ഇളവുകളുണ്ട്. എങ്കിലും അത് തെളിയിക്കേണ്ട ബാധ്യത നികുതിദായകനാണ്. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 269 SS പ്രകാരമാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലർക്കും കുടുംബാംഗങ്ങൾക്കിടയിലോ അടുത്ത സുഹൃത്തുക്കൾക്കിടയിലോ ഉള്ള ഇടപാടുകൾക്ക് ഈ നിയമം ബാധകമല്ലെന്ന തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ നിയമത്തിന് മുന്നിൽ വായ്പ നൽകുന്നത് അച്ഛനോ അമ്മയോ ഭാര്യയോ സുഹൃത്തോ ആരു തന്നെ ആയാലും ഒരുപോലെയാണ് പരിഗണിക്കുന്നത്. പണം കൈമാറുന്ന വ്യക്തികളുടെ ബന്ധമല്ല, മറിച്ച് കൈമാറുന്ന രീതിയാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഈ നിയമം കേവലം ഒറ്റത്തവണത്തെ ഇടപാടുകൾക്ക് മാത്രമല്ല ബാധകമാകുന്നത്. പ്രധാനമായും 3 സാഹചര്യങ്ങളിലാണ് സെക്ഷൻ 269 SS ലംഘിക്കപ്പെടുന്നത്. ഒറ്റത്തവണയായി 20,000 രൂപയോ അതിൽ കൂടുതലോ തുക വായ്പയായോ നിക്ഷേപമായോ പണമായി സ്വീകരിക്കുമ്പോൾ, പുതുതായി പണം വാങ്ങുന്ന ദിവസം അതേ വ്യക്തിയിൽ നിന്ന് മുൻപ് വാങ്ങിയ തുകയുടെ ബാക്കി 20,000 രൂപയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, മുൻപ് വാങ്ങിയ തുകയും പുതുതായി പണമായി വാങ്ങുന്ന തുകയും കൂട്ടിയാൽ മൊത്തം തുക 20,000 രൂപയിലധികമാകുകയാണെങ്കിൽ ഈ 3 സാഹചര്യങ്ങളാണ് സെക്ഷൻ 269 SS ലംഘിക്കപ്പെടുന്നത്. ഇടപാടുകളിൽ നിയമലംഘനം കണ്ടെത്തിയാൽ വായ്പ വാങ്ങിയ ആളെ മാത്രമല്ല നൽകിയ ആളെയും ആദായനികുതി വകുപ്പ് നിരീക്ഷണത്തിലാക്കും. വായ്പയായി നൽകിയ തുകയുടെ യഥാർത്ഥ ഉറവിടം വ്യക്തമാക്കാൻ പണം നൽകിയ ആളോട് വകുപ്പ് ആവശ്യപ്പെടും. പണത്തിന്റെ സ്രോതസ് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നൽകിയ ആൾക്കെതിരെയും നടപടിയുണ്ടാകും. എങ്കിലും നിയമപ്രകാരം പിഴയടക്കാനുള്ള പ്രധാന ബാധ്യത വായ്പ പണമായി കൈപ്പറ്റിയ വ്യക്തിക്കാണ് ചുമത്തിയിരിക്കുന്നത്. ആദായനികുതി നിയമത്തിലെ 2 പ്രധാന സെക്ഷനുകളായ 269 SS, 269 ST എന്നിവ തമ്മിൽ കൃത്യമായ വ്യത്യാസമുണ്ട്. സെക്ഷൻ 269 SS പറയുന്ന 20,000 രൂപയുടെ പരിധി വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും മാത്രമാണ് ബാധകം. എന്നാൽ സെക്ഷൻ 269 ST പ്രകാരം ഒരു ദിവസം ഒരാളിൽ നിന്ന് പണമായി സ്വീകരിക്കാവുന്ന പരമാവധി തുക 2,00,000 രൂപയാണ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, സ്വർണ്ണ കച്ചവടം, ബിസിനസ് കൺസൾട്ടൻസി ഫീസ് തുടങ്ങിയ പൊതുവായ എല്ലാത്തരം പണമിടപാടുകൾക്കും ഈ 2,00,000 പരിധി ബാധകമാണ്. നമ്മൾ രഹസ്യമായി നടത്തുന്ന പണമിടപാടുകൾ ആദായനികുതി വകുപ്പ് എങ്ങനെ അറിയുമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വകുപ്പിനിത് എളുപ്പത്തിൽ കണ്ടെത്താനാകും. വൻതോതിലുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെ വിശകലനം, വസ്തുവകകളുടെ കൈമാറ്റം, ബിസിനസ് ഓഡിറ്റുകൾ, വാർഷിക വിവര റിപ്പോർട്ടുകൾ എന്നിവയിലൂടെയാണ് ഇത്തരം നിയമലംഘനങ്ങൾ പുറത്തുവരുന്നത്. വായ്പ നൽകിയ ആളുടെയും വാങ്ങിയ ആളുടെയും സാമ്പത്തിക കണക്കുകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ ആദായനികുതി വകുപ്പ് വിശദീകരണം തേടുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഈ നിയമത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ചില പ്രത്യേക മേഖലകൾക്ക് സർക്കാർ ഇളവുകൾ നൽകിയിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കിംഗ് കമ്പനികൾ, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയിൽ നടത്തുന്ന ഇടപാടുകൾക്ക് ഈ പരിധി ബാധകമല്ല. കൂടാതെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2 കർഷകർ തമ്മിൽ കൃഷി ആവശ്യങ്ങൾക്കായി നടത്തുന്ന പണമിടപാടുകൾക്കും ഈ നിയമത്തിൽ നിന്ന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും സാധാരണക്കാർ സുരക്ഷിതമായ സാമ്പത്തികമായ ഇടപാടുകൾക്കായി എപ്പോഴും ബാങ്കിംഗ് ചാനലുകളെ ആശ്രയിക്കുന്നതാണ് നല്ലത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.